ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ രാജീവ് കബോർഡിൽ നിന്ന് ഫയലുകൾ നോക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ശിശിര രാജീവിന്റെ അടുത്തെത്തി സംശയത്തോടെ ചോദിച്ചു, എന്താ രാജീവേട്ടനെ നോക്കുന്നത്? അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, ഇതേ എനിക്കന്ന് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അതിനു മുൻപ് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഫയലാ. അത് നീ കണ്ടിരുന്നോ? ഇത് നീ വായിച്ചു നോക്കിയതായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശിശിര പറഞ്ഞു, ഓ ഞാനൊന്നും വായിച്ചു നോക്കിയില്ല. എന്ത് കാര്യത്തിനാ അത് വായിച്ചു നോക്കുന്നേ എന്ന് ശിശിര ഒട്ടും താല്പര്യമില്ല ചോദിച്ചപ്പോ രാജീവ് പറഞ്ഞു, അതെന്തായാലും നന്നായി നീ വായിച്ചു നോക്കാതിരുന്നത്. വായിച്ചു നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ശിശിര ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ എന്താ നിങ്ങളുടെ ഈ സ്വഭാവത്തിലൊരു മാറ്റം? ഈയിടെയായിട്ട് രാജീവേട്ടനാകെ മാറിയിരിക്കുകയാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ, മാറിയെന്നോ? നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും രാജീവിനോട് ശിശിര ചോദിച്ചു, അല്ല രാവിലെ നിങ്ങള് ആ സമൃദ്ധ ക്ഷേത്രത്തിലേക്ക് പോയപ്പോ തൊട്ടു പിന്നാലെ ജോഗിങ്ങിനെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം അവൾ തിരിച്ചു വന്നപ്പോ വല്ലാതെ വെപ്രാളപ്പെട്ട് അവൾ വന്നതിന് തൊട്ട് പിന്നാലെ നിങ്ങളും തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇന്ന് ടെറസില് തുണി അലക്കി വിരിച്ചതിന് അത് തുണി പെറുക്കാനായി പോയ സമയത്ത് നിങ്ങളും അവളുടെ പിന്നാലെ പോയിരുന്നു. അവളാകെ ഭയന്ന് താഴേക്ക് ഓടി വന്നപ്പോ തൊട്ട് പിന്നാലെ നിങ്ങളും അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. എന്താ നിങ്ങൾ അവളോട് എന്താ സംസാരിച്ചത്? എന്താ അവിടെ വെച്ച് സംഭവിച്ചത് എന്നൊക്കെ ശിശിര ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ഇത് കേട്ട രാജീവ് പറഞ്ഞു, അതെ നിന്റെ ഈ സംശയങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി കഴിഞ്ഞ ദിവസം ചെറിയ തോതിൽ നിനക്ക് ഞാൻ തന്നിരുന്നു. എന്താ അത് വീണ്ടും ഇനി വേണ്ടോ? എന്താ ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചപ്പോ ശിശിര കഴിഞ്ഞ ദിവസം രാജീവ് തന്നെ തല്ലിയ ആ ഒരു ഓർമ്മ ശിശിരയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ശിശിര പറഞ്ഞു, രാജീവേട്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ലാതായിരിക്കുകയാണോ? നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബന്ധത്തിന് താല്പര്യമുണ്ടോ? നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണോ എന്നല്ല രാജീവിനോട് വിഷമത്തോടെ ശിശിര അന്വേഷിച്ചു. അത് കേട്ടതും രാജീവ് പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ? എനിക്ക് വേറെ ബന്ധത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേക്കും ശിശിര പറഞ്ഞു, അങ്ങനെയാണേലേ നിങ്ങള് അങ്ങ് ഡിവോഴ്സ് ചെയ്തു, അതാ നല്ലത്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ രാജീവ് പറഞ്ഞു, ആ എന്തായാലും നന്നായി നിന്റെ നാവിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം അറിഞ്ഞപ്പോ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതിനേക്കാളും ഭേദം ഇതങ്ങ് ഒഴിവാക്കുന്നത് തന്നെയാ. അതിനെക്കുറിച്ച് ഞാനും ചിന്തിക്കുന്നുണ്ടെന്ന് രാജീവ് പറഞ്ഞപ്പോ ശിശിര വല്ലാത്ത ടെൻഷനിലായി. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മ്യൂച്വൽ പെറ്റീഷൻ കൊടുക്കാം, അതാ നല്ലത്. അങ്ങനെയാകുമ്പോ വേഗം കാര്യങ്ങൾ അവസാനിക്കുമല്ലോ എന്ന് പറഞ്ഞ് രാജീവ് ആ ഫയൽ തിരിച്ച് കബോർഡിൽ വെച്ചിട്ട് പോകുമ്പോഴേക്കും ശിശിര പറഞ്ഞു, പിന്നെ അങ്ങനെയങ്ങ് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി വിടാം. എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പോകാമെന്നോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എന്തായാലും ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എന്താ വേണ്ടെന്ന് എനിക്കറിയാമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിശിര രാജുവിനെ നോക്കിയിരുന്നു. അതിനുശേഷം ആതിര ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുമ്പോ കയ്യിൽ കുറെ പച്ചക്കറിയും പിന്നെ എല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് ആതിര അകത്തേക്ക് കയറി വന്നത്. ആതിര വന്നതും വാതൊക്കെ നോക്കിയിരുന്ന സ്നേഹയോടും അനഘയോടും ചോദിച്ചു, അല്ല കുട്ടികൾ എവിടെ? അവർ ഞാൻ വരുമ്പോഴേക്കും എന്നെ കാണാനായിട്ട് ഓടി വരുന്നതായിരുന്നല്ലോ. എവിടെ പോയി അമ്മൂട്ടിയും ഇന്ദൂട്ടിയും എന്ന് ചോദിച്ചപ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും അപ്പുറത്തെ ഗ്രൗണ്ടില് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുക, അത് കാണാനായിട്ട് ഓടി വന്ന പാടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെയാണെങ്കിലേ ഇതാ എന്ന് പറഞ്ഞ് അനഘയുടെ കയ്യിലേക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു. ഇത് കിട്ടിയതും ഉടനെ അടുത്ത് നിന്ന സ്നേഹ ചോദിച്ചു, ആഹാ ഇതെന്താ കുട്ടികൾക്കുള്ളത് ഇവർക്ക് കൊടുക്കുവാണോ എന്ന് ചോദിച്ചപ്പോ, ഈ വീട്ടിലെ ഏറ്റവും കൊച്ചു കുട്ടിയായിട്ട് ഇപ്പൊ നിന്നെയല്ലേ ഞങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു സ്നേഹയുടെ ചോദ്യം. അപ്പോഴേക്കും ആതിര വേഗം തന്നെ തന്റെ ബാഗിൽ നിന്ന് അടുത്തൊരു ചോക്ലേറ്റ് എടുത്തിട്ട് പറഞ്ഞു, ദാ ഇതാണ് വലിയ കുട്ടിക്ക് എന്ന് പറഞ്ഞ് സ്നേഹയുടെ കയ്യിലേക്ക് കൊടുത്തു. രണ്ടുപേരും അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ ആതിരയും അനഘയും സ്നേഹയും പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ചെലവൊക്കെ ചെയ്യണം, ഇതൊന്നും പോരാ, ആദ്യത്തെ ശമ്പളം കിട്ടി കഴിയുമ്പോൾ നല്ലൊരു ചെലവ് തന്നെ വേണം എന്നറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ആതിര പറഞ്ഞു, അതൊക്കെ ചെയ്തു തരാം. ഇന്ന് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി, അഡ്വാൻസ് ആയിട്ട് സാറ് ഇന്ന് എല്ലാവർക്കും ശമ്പളം കൊടുക്കുക. അവിടുത്തെ രീതി എങ്ങനെയാന്നാ പറഞ്ഞത്, മാസത്തിൽ ആദ്യം തന്നെ ശമ്പളം കൊടുക്കും. സാറിനാണെ സ്റ്റാഫുകളോട് വല്ലാത്ത സ്നേഹവുമാണ് എന്നൊക്കെ ആതിര പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ട് കമലമ്മ അവിടേക്ക് വന്നു. കൊള്ളാം, എന്തായാലും നല്ലൊരു സ്ഥാപനത്തിലാണല്ലോ മോൾക്ക് ജോലി കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ അവിടെ ഏറ്റവും നല്ല സ്വഭാവം ഗീത ചേച്ചിക്ക എന്ന് പറഞ്ഞു. ഗീതയോ? അതാരാ എന്ന് കമലമ്മ അന്വേഷിച്ചപ്പോഴേക്കും ആതിര പറഞ്ഞു, അതെ സാറിന്റെ PA അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഗീത ചേച്ചിയാ. എല്ലാവരോടും വല്ലാത്ത സ്നേഹമാണ്. സാറിന് ഓഫീസിലുള്ള എല്ലാവരോടും വല്ലാത്ത സ്നേഹവും അടുപ്പവും ഒക്കെയാ. അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും സാറ് കൂടെ ഉണ്ടാവും. അതാണ് സാറിന്റെ സ്വഭാവം. വളരെ ഈശ്വരഭക്തനൊക്കെയാ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും കമലമ്മ പറഞ്ഞു, എന്തായാലും
നമ്മുടെ ജീവിതം ഒന്ന് കരപിടിക്കാനായിട്ട് ഇങ്ങനൊരു ജോലി മോൾക്ക് കിട്ടിയത് എന്തുകൊണ്ടും നന്നായി എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി അവിടേക്ക് വന്നെത്തി. സച്ചി കാറിൽ നിന്ന് ഇറങ്ങിയതും വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി വന്ന കണ്ട് കമലമ്മ ചോദിച്ചു, അല്ല മോനെ, മോനെന്താ ഇന്ന് ഇത്ര നേരത്തെ? വലിയ സന്തോഷത്തിലാണല്ലോ ആള് എന്ന് ചോദിച്ചതും, ആ ഇന്ന് നേരത്തെ ഇങ്ങനെ പോന്നമ്മേ എന്ന് പറഞ്ഞ് സച്ചി വിശേഷം പറയാൻ തുടങ്ങി. അതെ, ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായി. എന്നെ ആരതി വക്കീല് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും അടുത്ത് നിന്ന് അനഘയും സ്നേഹയും പറഞ്ഞു, ആ അപ്പൊ സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോഴും, ഒന്ന് പോടി നീ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അതല്ലമ്മേ, ആരതി വക്കീലിന്റെ കയ്യിലേക്ക് ആരോ ഒരാൾ ഒരു കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതും അവന്തിക നമുക്കെതിരെ അച്ഛനെ കൊണ്ട് മനഃപൂർവ്വം മനഃപൂർവ്വം ഉണ്ടാക്കിയ ആ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റിൽ അച്ഛനെ സൈൻ ചെയ്യിപ്പിച്ച ആ പേപ്പേഴ്സ് ഇല്ലേ, അതെല്ലാം തന്നെ കൃത്യമായി ആരതി വക്കീലിന് ആരോ കൊറിയറിൽ അയച്ചു കൊടുത്തിരിക്കുക, അതിന്റെ കോപ്പി എല്ലാം തന്നെ. അതുകൊണ്ട് ആ കോപ്പി കൈവശം കിട്ടിയതുകൊണ്ട് ഇനി ഏത് രീതിയിലാണ് അവന്തിക കോടതിയിൽ നമുക്കെതിരെ വാദിക്കാനായിട്ട് പോകുന്നത്, ആ ആ അവന്തികയുടെ വക്കീലിന്റെ വാദത്തിനെ കൃത്യമായി തന്നെ ക്രോസ് ചെയ്യാൻ നമ്മുടെ ആരതി വക്കീലിന് സാധിക്കും. അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് ഇനി പേടിക്കണ്ട, നമുക്ക് ഈ കേസ് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായി തന്നെ വരും. എല്ലാ തെളിവുകളും കൃത്യമായിട്ട് വക്കീലിന്റെ പക്കൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ കമലമ്മ ചോദിച്ചു, ഓ അപ്പൊ പിന്നെ ഇത് ആരാ മോനെ ഇതെല്ലാം അയച്ചു കൊടുത്തിരിക്കുന്നത്? അവന്തികയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം നടത്താൻ അവളുടെ കൂടെ നമുക്ക് നമ്മളോട് സ്നേഹമുള്ള കൂറുള്ള ആളുകൾ ആരാ ഉള്ളത് എന്ന് ചോദിച്ചതും, അതൊന്നും അറിയത്തില്ല, ഫ്രം അഡ്രസ് ഒന്നും എഴുതിയിട്ടില്ലമ്മേ. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് നമ്മുടെ കേസിന് അനുകൂലമായിട്ടുള്ള വിധി വരാനായിട്ട് നമ്മളെ ഏറെ സഹായിക്കും, കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് സച്ചി സന്തോഷത്തോടെ എല്ലാവരോടും അറിയിച്ചു. എന്തായാലും ഇനിയും ഈ ഒരു കേസിന്റെ പേരിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. വക്കീലിന് ആ അവന്തികയുടെ വക്കീല് പറയുന്നതിനൊക്കെ കൃത്യമായി ക്രോസ് ചെയ്യാനുള്ള പോയിന്റുകൾ അതിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അതോർത്ത് ഇനി നമ്മൾ ടെൻഷൻ ആവേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാം കേട്ടതോടെ കമലമ്മ പറഞ്ഞു, എന്തായാലും ഇങ്ങനെ ഒരു സഹായം നമുക്ക് ചെയ്തു തന്ന അയാളോട് നന്ദി അറിയിക്കണം, അയാൾക്ക് നല്ലത് വരുത്താനായി ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, എന്റെയും പ്രാർത്ഥന അത് മാത്രമാണ്. എന്തായാലും ഇനി നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കേസ് വിജയിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. നമ്മളെല്ലാവരും നമ്മുടെ ആ പഴയ നെല്ലിശ്ശേരി വീട്ടിലേക്ക് തിരിച്ചു പോകും. പഴയ സന്തോഷത്തോടെയും ആ പഴയ ഐശ്വര്യത്തോടെയും നമ്മൾ വീണ്ടും ജീവിതം ആരംഭിക്കും എന്ന് പറഞ്ഞപ്പോ കമലമ്മയോട് അക്കാര്യമെല്ലാം അറിയിച്ച് സച്ചി സന്തോഷത്തോടെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ആതിര പറഞ്ഞു, ഏട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അരികിലേക്ക് ചെന്ന് ആതിര തന്റെ കയ്യിലിരുന്ന ആദ്യം കിട്ടിയ ശമ്പളം അത് സച്ചിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇത് ഇന്ന് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയേട്ടാ, ഇതാ ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആതിര കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ടും സച്ചി അത് നോക്കിയിട്ട് പറഞ്ഞു, വേണ്ട, ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, നിനക്ക് ആവശ്യങ്ങൾ ഏറെ വരും. പിന്നെ ഇവിടെ വീട്ടിലെ ചെലവിനൊക്കെ അതിനൊക്കെ പണമുണ്ട്, അതൊക്കെ അങ്ങ് നടന്നു പൊക്കോളും. നിനക്ക് കിട്ടുന്ന സമ്പാദ്യം, ഈ പണം അത് ഭദ്രമായി സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും, അതല്ലേ ഏട്ടാ, ഇവിടുത്തെ ചെലവുകൾക്ക് എനിക്കറിയാമല്ലോ, എന്റെയും മോളുടെ ആവശ്യങ്ങളൊക്കെ ഏട്ടനല്ലേ സാധിച്ചു തരുന്നത്, അപ്പോൾ ഇത് ഏട്ടൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് നിർബന്ധപൂർവ്വം സച്ചിയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കുമ്പോൾ സച്ചി പറഞ്ഞു, അത് വേണ്ട മോളെ, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇത് നിന്റെ കയ്യിലാണ് സുരക്ഷിതമായിരിക്കുക. ഏട്ടന് സന്തോഷമായി എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോകുമ്പോഴേക്കും അതിന് ആ പണവുമായി നേരെ കമലമ്മയുടെ അരികിലേക്ക് ചെന്നു. എന്നാ ഇത് അമ്മ സൂക്ഷിച്ചോ, ഇത് അമ്മയുടെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ, അതെന്താടി നിന്റെ കയ്യിലിരുന്ന പണം സൂക്ഷിക്കാൻ പറ്റത്തില്ലേ, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇവിടുത്തെ ആവശ്യത്തിനുള്ള പണം സച്ചി ഇപ്പോ വീട്ടു ചെലവിനായിട്ട് തരുന്നുണ്ട്, പിന്നെ നീ ജോലി ചെയ്ത് സമ്പാദിച്ച് ഈ പണം അത് സ്വരുക്കൂട്ടി വെച്ചോ, മോൾക്ക് ആവശ്യങ്ങൾ ഏറെ വരികയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ അതും പറഞ്ഞ് കമലമ്മ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ സ്നേഹയും അനഘയും കൂടി ആതിരയെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതെ, അമ്മയും ഏട്ടനും അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും ചെലവ് ചെയ്തേ പറ്റൂ, ഞങ്ങൾക്ക് എന്തായാലും ചെലവ് വേണം എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിന്നു. അതിനുശേഷമാണ് ഗൂഗിൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫയലുകൾ ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഗൂഗിളിന്റെ അരികിലേക്ക് ഗൗരിമോൾ ഓടിയെത്തി. അച്ഛാ ഞാൻ ചോദിച്ച ആ കളർ പെൻസിൽ വാങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോടാ എന്ന് പറഞ്ഞ് ഗൂഗിൾ മറന്ന പോലെ ഇരിക്കുമ്പോ ആകെ വിഷമത്തോടെ ഗൗരി ചോദിച്ചു, അപ്പൊ ഇന്നും അച്ഛൻ മറന്നുപോയല്ലേ എന്ന് ചോദിച്ചപ്പം, ആര് പറഞ്ഞു, അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട്, മോള് ബാഗ് എടുത്ത് നോക്കിക്കോ, അതിനകത്തുണ്ടറാ എന്നറിയിച്ചു. ഉടനെ തന്നെ ഗൗരിമോള് ബാഗ് തുറന്നു നോക്കിയപ്പോ ഗൗരിമോൾക്ക് വേണ്ട സ്കെച്ച് പെൻ അതിനകത്ത് നിന്ന് കിട്ടി. അതെടുത്ത് മാറ്റിയപ്പോഴാണ് വേറൊരു കവർ അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത്. അത് വളരെ ഭംഗിയുള്ളൊരു കവർ ആയതുകൊണ്ട് അതെടുത്ത് പതിയെ ഓപ്പൺ ചെയ്ത് നോക്കി. ഇതെന്താ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇതേ നമുക്ക് പാരീസിലേക്ക് ഉള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വൗച്ചർ. അത് കേട്ടതും സർപ്രൈസോ, ഇത് കൊണ്ടുപോയി ചെന്നാ ഗിഫ്റ്റ് കിട്ടുമോ അച്ഛാ എന്ന് ചോദിച്ചതും, ഉണ്ടല്ലോ, മോളുടെ ഏറ്റവും വലിയ സ്വപ്നം ഏതാ എന്ന് ചോദിച്ചപ്പോഴേക്കും
പാരീസ്. ആ, അപ്പൊ നമ്മൾ പാരീസിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ടിക്കറ്റാ ഇത് എന്ന് പറഞ്ഞു. സത്യാണോ അച്ഛാ എന്ന് ചോദിച്ച് ഗൗരി മോൾക്ക് വലിയ സന്തോഷമായി. അതേ മോളെ, നമ്മള് പാരീസിലേക്ക് അവിടെ ചെന്ന് ഇറങ്ങി അവിടെ മോൾക്ക് പ്രിയപ്പെട്ട സ്ഥലത്തൂടെ എല്ലാം നമ്മൾ രണ്ടുപേരും, അമ്മയും അച്ഛനും മോളും, അതുവഴി എല്ലാം നടക്കും. അങ്ങനെ ഒരു മാസം നമുക്ക് അവിടെ ഒരു ആ വലിയൊരു എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ട് അർച്ചന അവിടേക്ക് എത്തി. ഉടനെ എന്താ അച്ഛനും മോളോട് സംസാരിക്കുന്നത് എന്ന് അർച്ചന വന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗൗരിമോള് പറഞ്ഞു, ഇത് കണ്ടോ അമ്മേ, നമുക്ക് പാരീസിലേക്ക് ടൂറ് പോകാനുള്ളതാ, കണ്ടോ, അതിനുള്ള ടിക്കറ്റാ എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു. അത് കണ്ടതും ആകെ ഞെട്ടലോടെ അർച്ചന നോക്കി. അപ്പോഴേക്കും ഗോകുല് പറഞ്ഞു, അതെ, ഇത് നമ്മള് കാശ്മീരിലേക്ക് പോകണമെന്നായിരുന്നല്ലോ പ്ലാൻ ചെയ്തിരുന്നത്. തൽക്കാലം നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാം. കാരണം അത് പിന്നീട് ആകാം ആ കാശ്മീരിലേക്കുള്ള യാത്ര. ഇപ്പൊ തൽക്കാലം നമുക്ക് പാരീസിലേക്ക് പോകാം. ഇതേ നമ്മുടെ ബാർ അസോസിയേഷന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ബാർ അസോസിയേഷൻകാര് 2 കുടുംബങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു യാത്രയ്ക്കായിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കാറുണ്ട്. ഇത്തവണ ആ 2 കുടുംബങ്ങളിൽ ഒന്ന് നമുക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കണ്ടതും ഗൗരിമോള് പറഞ്ഞു, ഇതേ ഞാൻ കൊണ്ടുപോയി അച്ഛമ്മേനെയും ആന്റിയെയും പോലീസ് അങ്കിളിനെയൊക്കെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് മോളത് വാങ്ങിച്ച് സന്തോഷത്തോടെ താഴേക്ക് പോകുമ്പോ അർച്ചനയുടെ മുഖം ആകെ വാടിയത് കണ്ട് ഗോകുല് ചോദിച്ചു, എന്തു പറ്റിയിടും, തനിക്ക് ഈ യാത്രയ്ക്ക് താല്പര്യമില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അർച്ചന ചോദിച്ചു, അതെന്താ ഈ യാത്ര ഇപ്പൊ പോകാനാണോ ഗൂഗിൾ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെന്താണോ തനിക്ക് പാരീസിലേക്ക് പോകാൻ ഇഷ്ടമില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും, അല്ല ഗൂഗിൾ എന്ന് പറഞ്ഞത്. ഉടനെ ഗൂഗിൾ പറഞ്ഞു, അതെ, ഇത് 2 കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അതിലൊന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബത്തിന് കൊടുക്കാം, അവര് പോയിക്കോളൂല്ലോ, വെറുതെ എന്തിനാ ഒരാളുടെ ചാൻസ് കളയുന്നത് എന്ന് പറഞ്ഞപ്പോ അർച്ചന ഗൂഗിളിനോട് സംസാരിക്കാൻ വരുമ്പോഴേക്കും ഗൂഗിളിന് ഒരു ഫോൺ കോൾ വന്നു. വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ഗൂഗിൾ പോകുമ്പോഴേക്കും അർച്ചന പിന്നിൽ നിന്ന് ഗൂഗിൾ എന്ന് വിളിച്ചിട്ടും ഗൂഗിൾ അത് ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അർച്ചന ആകെ ടെൻഷനിലായി. ഇനി എന്ത് ചെയ്യും? ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും താൻ സത്യങ്ങൾ പറയാനായി ശ്രമിക്കുമ്പോൾ ഗൂഗിളിന്റെ മുന്നിലേക്ക് അക്കാര്യം പറയാൻ കഴിയാതെ ഓരോ തടസ്സങ്ങൾ വന്ന് വീഴുകയാണല്ലോ എന്ന ആശങ്കയോടെ അർച്ചന അങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴാണ് ഗൗരിമോള് പാരീസിലേക്കുള്ള ആ ഗിഫ്റ്റ് വോച്ചറുമായിട്ട് നേരെ ഹാളിലേക്ക് എത്തിയത്. ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഇത് കണ്ട പോലീസ് അങ്കിൾ, അച്ഛനും അമ്മയും ഞാനും കൂടി പാരീസിലേക്ക് പറക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ അത് കേട്ട് ശോഭ ചോദിച്ചു, ഓ ഇതാണോ, ഇതെന്നോട് രാവിലെ തന്നെ എന്നോട് ഗൂഗിൾ പറഞ്ഞിരുന്നു ഇക്കാര്യം, ഞാൻ അക്കാര്യം മറന്നുപോയി. അല്ല, എന്തായാലും പാരീസിലേക്കുള്ള യാത്രയല്ലേ, അത് ഇവരുടെ ബാർ അസോസിയേഷനിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് വൗച്ചറാണ്. എല്ലാ വർഷവും ഉള്ളതാ ഇങ്ങനെ 2 കുടുംബാംഗങ്ങൾക്ക്. അപ്പോഴേക്കും അത് കേട്ടതോടെ നല്ല കോളായി പോയല്ലോ, അടിച്ചു പൊളിച്ച് പോകാലോ, അല്ല അങ്കിളും കൂടി വരട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും രാജീവിനോട് ഗൗരിമോള് പറഞ്ഞു, അയ്യോ അങ്കിളെ, 3 പേർക്കേ പോകാൻ പറ്റൂ, ഞാനും അച്ഛനും അമ്മയാ പോകുന്നത്, നമുക്ക് അടുത്ത തവണ നോക്കാം അങ്കിൾ എന്ന് പറഞ്ഞ് ഗൗരി രാജീവിനെ സമാധാനപ്പെടുത്തുമ്പോഴേക്കും രാജീവ് പറഞ്ഞു, ശരി, എന്തായാലും പാരീസിലേക്കുള്ള യാത്രയല്ലേ, കൊള്ളാം, സൂപ്പർ എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് വൗച്ചർ നേരെ ഗൗരിമോൾക്ക് നൽകി. അപ്പോഴേക്കും ഗോകുല് താഴേക്ക് ഇറങ്ങി വന്നു. ഗോകുലും അച്ഛനെയും കൂടി താഴേക്ക് വരുന്നത് കണ്ടപ്പോ അങ്കിള് അളിയ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗോകുലിനെ രാജീവ് അരികിലേക്ക് വിളിച്ചു. ഗോകുല് ഭക്ഷണം കഴിക്കാൻ അവിടെ ചെന്നിരുന്നതും ഉടനെ രാജീവ് പറഞ്ഞു, കൊള്ളാം കേട്ടോ, പാരീസിലേക്കുള്ള യാത്ര ഞാൻ അറിഞ്ഞു, നല്ലതാ, ഈ ഒരു സമയത്ത് ഇങ്ങനൊരു യാത്ര എന്തുകൊണ്ടും നല്ലത് തന്നെയാ കേട്ടോ, അല്ല നല്ല ഭാഗ്യം തന്നെയാ എന്നൊക്കെ പറഞ്ഞ് ഗോകുലിനോടും അർച്ചനയോടും ആ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയ വിവരവും അവിടേക്കുള്ള യാത്രയുടെ സന്തോഷത്തെക്കുറിച്ചൊക്കെ രാജീവ് വാതോരാ സംസാരിക്കുമ്പോൾ അതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാതെ അർച്ചനയും ഗോകുലും അങ്ങനെ ഇരുന്നു. ഉടനെ ഗോകുലിനോട് ശിശിര ചോദിച്ചു, അല്ല എന്തുറ്റിടാ ഗോകുലെ, നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത്, ഒരു തെളിച്ചം കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അടുത്ത് നിന്ന് അർച്ചനയോട് വേഗം ശോഭ പറഞ്ഞു, മോൾ ഇങ്ങോട്ട് വന്നിരുന്നേ, ഇവിടെ ഇരുന്നേ ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞ് അർച്ചനയെ ബലമായി അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് അർച്ചനയ്ക്കുള്ള ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ അത് കഴിക്കാൻ കൂട്ടാക്കാതെ അർച്ചന അങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ഗൂഗിളിനോട് ചോദിച്ചു, എന്തു പറ്റിയിടാ, നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത, യാത്ര പോകാൻ പോകുന്നതിന്റെ സന്തോഷം 2 പേരുടെ മുഖത്തും ഇല്ലല്ലോ എന്ന് ഉടനെ ശിശിരയും ചോദിച്ചു. ഗൂഗിളും അർച്ചനയും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും, ശരിയാണല്ലോ, എന്തു പറ്റി മോളെ എന്ന് ചോദിച്ചു. ഒന്നുമില്ലമ്മേ എന്ന് ശോഭയോട് അർച്ചന മറുപടി നൽകി. അപ്പോഴേക്കും അർച്ചന പാരീസിലേക്ക് പോകുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് രാജീവ് ഉടനെ അഭിപ്രായം പറഞ്ഞു.
അതെ, എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു യാത്ര എന്തുകൊണ്ടും ഒരു ചേഞ്ച് തന്നെയാ. പഴയതെല്ലാം മറക്കാനും പുതിയൊരു ജീവിതം തുടങ്ങാനും ഒക്കെ ഇത് നല്ലത് തന്നെയാ എന്നൊക്കെ രാജീവ് ഗോകുലിനോടും അർച്ചനയോടും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും സത്യങ്ങൾ അറിയാവുന്ന രാജീവ് ഇതെല്ലാം പറയുന്നത് പലതും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സംസാരമാണെന്ന് മനസ്സിലാക്കിയ അർച്ചന വേഗം തന്നെ ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. ഉടനെ ശോഭ ചോദിച്ചു, എന്തു പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോ തനിക്ക് വേണ്ട മതിയായി എന്ന് പറഞ്ഞ് വിശക്കുന്നില്ലെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ഇത് കണ്ടതും ഗോകുലും ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിച്ചപ്പോ രാജീവ് ചോദിച്ചു, അല്ലളിയ ഇതെന്താ ഭക്ഷണം കഴിക്കാത്ത എന്ന് ചോദിച്ചപ്പം ഏയ് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് ഗോകുലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ഇത് കണ്ടപ്പോഴേക്കും രാജീവിനോട് ശിക്ഷ പറഞ്ഞു, അതെ ഈ രാജീവേട്ടൻ ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് ഭക്ഷണം കഴിക്കാതെ പോയത് എന്ന് ചോദിച്ചതും അതിന് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് മനസ്സിലിങ്ങനെ രാജീവ് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയതിന്റെ ആ ഒരു ദേഷ്യം ശിശിരയും ശോഭയും രാജീവിനോട് കാണിക്കുമ്പോൾ തന്റെ ചോദ്യങ്ങൾ ആരംഭിച്ചതല്ലേ ഉള്ളൂ എന്ന ചിന്ത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പ് തുടരുകയായിരുന്നു രാജീവ്. അപ്പോഴാണ് വൃന്ദാവനത്തില് സിറ്റൗട്ടിലിരുന്ന ശശിയുടെ അരികിലേക്ക് സ്നേഹ ഓടിയെത്തിയത്. ഏട്ടൻ വന്നേ, ഇന്ന് ആതിരയ്ക്ക് ശമ്പളം കിട്ടിയതിന്റെ ചെലവാണ് ഇന്നുള്ളത്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ദാ അമ്മ വിളിച്ചു, വാ ഏട്ടാ എന്ന് പറഞ്ഞ് സ്നേഹയെ സച്ചി അകത്തേക്ക് ക്ഷണിച്ചു. ഇത് കണ്ടതും ഉടനെ സച്ചി പറഞ്ഞു, ദാ വരാം മോളെ എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഉടനെ തന്നെ സ്നേഹ പറഞ്ഞു, ഏട്ടാ നമ്മൾ കേസ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും അല്ലേ ഏട്ടാ, പിന്നെ നമുക്ക് പഴയതുപോലെ സന്തോഷത്തോടെ നമ്മുടെ നെല്ലിശ്ശേരിയിൽ കഴിയാവല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശശി പറഞ്ഞു, അതെ നെല്ലിശ്ശേരിയില് പിന്നെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഇപ്പോ ഇവിടെ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്യും. എന്തായാലും പഴയതുപോലെ അടിച്ചു പൊളിച്ച് നമ്മുടെ പഴയ നെല്ലിശ്ശേരി വീട്ടിൽ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞ് ശശി സ്നേഹയോട് പോയിക്കോളാൻ പറഞ്ഞപ്പോഴേക്കും സ്നേഹ എന്ന ഏട്ടൻ വേഗം വായെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ സമയത്ത് ശശി ആലോചിച്ചു, എൻ്റെ അർച്ചനയും മോളും കൂടി ഉണ്ടെങ്കിൽ ആ പഴയ സ്വർഗം വീണ്ടും എല്ലാവർക്കും അരികിലേക്ക് എത്തും എന്ന് ശശി ഓർത്തുകൊണ്ട് അർച്ചനയോടൊപ്പമുള്ള തൻ്റെ ആ നല്ല നിമിഷങ്ങൾ, നെല്ലിശ്ശേരി വീട്ടിലുണ്ടായിരുന്ന ഒരുമിച്ചുണ്ടായിരുന്ന ആ നല്ല ദിവസങ്ങൾ ഓരോന്നും ശശി ഓർത്തെടുത്തു. അങ്ങനെ അർച്ചനയ്ക്ക് തനിക്ക് അർച്ചനയും താങ്ങും തണലുമായി തീർന്ന ആ നിമിഷങ്ങളെല്ലാം ആലോചിച്ച് ശശി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർച്ചന മുറിയിലേക്ക് എത്തിയിട്ടും എന്തോ ആലോചിച്ച് നിൽക്കുന്നതുകൊണ്ട് ഗോകുൽ ഉടനെ അർച്ചനയോട് ചോദിച്ചു, എടോ താൻ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? അപ്പോഴേക്കും ഒന്നുമില്ല ഗൂഗിൾ എന്ന് പറഞ്ഞതും ഗൂഗിൾ അർച്ചനെ അരികിലേക്ക് വിളിപ്പിച്ചു. താനിങ്ങി വന്നേ, ഇവിടെ വന്ന് ഇരുന്നേ എന്ന് പറഞ്ഞതും വേഗം ആ സെറ്റിയിൽ ചെന്ന് അർച്ചന എന്നിരുന്നപ്പോഴേക്കും ഗൂഗിൾ ചോദിച്ചു, എടോ 10 വർഷക്കാലമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടു തുടങ്ങിയിട്ട്, ഇന്ന് വരെ തനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഞാൻ തന്നെ നിർബന്ധിച്ചതായിട്ട് തനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല എന്ന് അർച്ചന മറുപടി നൽകി. അപ്പോ തനിക്ക് ഇഷ്ടമില്ലാത്തതിന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗൂഗിൾ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ ഡ്രോമേശയ്ക്കകത്തിരുന്ന ആ ഗിഫ്റ്റ് വൗച്ചറിന്റെ പേപ്പർ ഗൂഗിൾ കയ്യിലെടുത്തു. എന്നിട്ട് ആ വൗച്ചറിലേക്ക് നോക്കിയിട്ട് ഗൂഗിൾ ഒന്നുകൂടി അർച്ചനയെ നോക്കി. ഇത് കണ്ടതും ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന ഗൗരിമോള് സംശയത്തോടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അപ്പോഴേക്കും ഗൂഗിൾ അർച്ചനയുടെ മുന്നിൽ വെച്ച് ആ ഗിഫ്റ്റ് വൗച്ചർ വലിച്ചു കീറുന്ന കാഴ്ച കണ്ടതും അർച്ചന വല്ലാത്ത ഞെട്ടലോടെ ഗൂഗിളിനെ നോക്കുകയാണ്. ഗൗരിമോള് ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നീക്കം അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടായത് കണ്ട് ഗൗരിമോൾക്കും അത് വിശ്വസിക്കാനാകാതെ അങ്കലാപ്പോടെ അതിശയത്തോടെയും അച്ഛനെയും അമ്മയും നോക്കിയിരിക്കുന്നു.